ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ മാറി സ്കിന്നിലുള്ള പിന്നെ നമുക്ക് പിമ്പിൾസ് അതുപോലെ എന്തെങ്കിലും മുറിവോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കഴിഞ്ഞാൽ ഉണ്ടാവുമല്ലോ ഒരു ബ്ലാക്ക് മാർക്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി സ്കിന്ന് നന്നായിട്ട് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടും അതിലുപരി സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കും അതുപോലെ തന്നെ ഒരു സ്ക്രബും ആണ് കേട്ടോ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പം സ്ക്രബ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് തക്കാളിയുടെ ഒരു ഹാഫ് ഭാഗം എടുക്കുക, അതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് നാടൻ പച്ചമഞ്ഞൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. പൊടി പച്ചമഞ്ഞളിൻ്റെ പൊടി നിങ്ങളുടെ കയ്യിൽ കസ്തൂരി മഞ്ഞൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, ഒരു പിഞ്ച് മാത്രം. പിന്നെ നിങ്ങൾക്ക് അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക, അതിന് പകരമായിട്ട് നിങ്ങൾക്ക് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് എല്ലാവരുടെയും സ്കിൻ ടോണ് ഒരുപോലെ അല്ല. അപ്പോൾ നമ്മൾ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണോ അലർജി ഉള്ളത് അത് സ്കിപ്പ് ചെയ്തിട്ട് അതിന് പകരം നമുക്ക് സൂട്ടാവുന്ന എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം തക്കാളിയുടെ കാര്യത്തിലാണെങ്കിൽ സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ് ഉള്ള സംഭവമാണ്. അതായത് ആൻറ്റി ഏജിങ് കുറയ്ക്കാനായിട്ടും അതുപോലെ അൺഈവൻ സ്കിൻ ടോൺ ആവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ കരിവാളിപ്പും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടാനും എക്സ്പെഷ്യലി നമുക്ക് സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം ഞാനിതാ ഒരു കോട്ടൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പാക്കാണ് കേട്ടോ. അതിനായിട്ട് ഞാനിതാ തക്കാളി ഒരു ഹാഫ് ഭാഗം തക്കാളി എടുത്തിട്ട് അതിൻ്റെ നീര് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ സെയിം ക്വാണ്ടിറ്റിയിൽ നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മൾ ഡെയിലി ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഫേസ് പാക്കോ കാര്യങ്ങളോ ഒന്നും അല്ല, ആഴ്ചയിൽ ഒരു തവണ മാത്രം ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോഴത്തെ ആ ഒരു ബ്രൈറ്റനിങ് നമുക്ക് പെർമനൻ്റ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഈ 2 സ്റ്റെപ്പും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ഏതൊരു പാക്ക് ഈ ഒരു പാക്ക് എന്നല്ല ഏതൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നത് മുന്നേ നിങ്ങൾക്ക് അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൽ നിങ്ങൾക്ക് അലർജി കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ഫേസ് പാക്ക് ആണെങ്കിലും നമ്മൾ അതിനനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് അടിപൊളിയായിട്ട് അതൊരു പെർമനൻ്റ് ആയിട്ട് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമ്മളിത് ഫേസ് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നന്നായിട്ട് മസാജിങ് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് പെട്ടെന്ന് അങ്ങ് പോയി വാഷ് ഔട്ട് കളയാണ്ട് ജസ്റ്റ് ഒന്ന് നനച്ച് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കൈ നനച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പതിയെ പതിയെ റിമൂവ് ചെയ്ത് കളയാട്ടോ. അല്ലാണ്ട് പെട്ടെന്ന് അങ്ങ് പോയി ആകെ വാഷ് ഔട്ട് ചെയ്ത് ഉരച്ച് അങ്ങ് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് ഡാമേജും കാര്യങ്ങളും വരാനായിട്ട് സാധ്യത കൂടുതലാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ വാഷ് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്കിന്നിന് നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഉള്ള നമ്മുടെ ഒരു സ്കിൻ ടോണും ഇപ്പോൾ ഉള്ള ഒരു സ്കിൻ ടോണും നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പുറകിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ എന്തായാലും അടിപൊളിയായിട്ട് നമുക്ക് പെർമനൻ്റ് ആയിട്ട് തന്നെ വൈറ്റനിങ് കിട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ റിസൾട്ട് അതിനനുസരിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.